അപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. അപ്പോൾ നേരത്തെ ഒരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ പേജിൽ വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രൊഫൈലിൽ വന്നു. ഇപ്പോൾ വീണ്ടും പേജിലാണ് വന്നിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതെ. അപ്പം ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. മിഥുൽ, മിത്തു, അനസ്, ബിൻ, സബിനൊക്കെ ജോയിൻ ചെയ്തു. ജോയ് ഹായ്. ചാക്കോ മാഷേ, സാധാരണ ദുൽഖറിനെ വിളിക്കുന്ന പേരാണ് ചാക്കോ മാഷ്. മുഹമ്മദ് സിയാദ്, നിഷാദ് പടിയാരത്ത്. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ ഗുഡ് മോർണിംഗ്. അപ്പോൾ മറക്കരുത്, 2 മണിക്ക് ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഒരെണ്ണത്തിലെ ആശങ്ക തിയേറ്ററുകളിൽ എല്ലായിടത്തും ഒരേ സമയം തന്നെ റിലീസ് ചെയ്യുന്നത്. പിന്നെന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ജയേഷാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജയേഷുമായിട്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ ഒരു വർക്കാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന സിനിമ ചെയ്തു. പക്ഷേ സിദ്ധു ജയേഷുമായിട്ട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ ഇതിനു മുമ്പേ ജയേഷിനെ മറ്റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്റ്റുഡൻ്റായിട്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഒരു പരിചയം ഇപ്പോൾ മൂവി ചെയ്യുന്നവരെത്തി. ആൻഡ് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക് വർക്കിംഗ്. അത് ഒരു വേറൊരു അപ്രോച്ച് തന്നെയായിരുന്നു പടത്തിന് മൊത്തത്തിൽ കിട്ടിയത്. ഓക്കെ, നിഷാദ് പടിയാരത്ത്, ചാക്കോച്ച, സിദ്ധു, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അനീഷ, പൊന്നു, മിലോണ മേരി. സിദ്ധുവിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോകണം. കാരണം സിദ്ധുവിനെ കുറിച്ചല്ല ആദ്യം പറയേണ്ടത്, സിദ്ധുവിൻ്റെ അപ്പനെയും അമ്മയെയും കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് നല്ല സിനിമകൾ മലയാളത്തിൽ നൽകിയിട്ടുള്ള സംവിധായകനാണ് ഭരതൻ. ഒരു കലാസംവിധായകനായിട്ട് സിനിമയിൽ ജീവിതം തുടങ്ങി ഒരു വലിയ സംവിധായകനായി മാറി. അത് പിന്നെ KPSC എഴുതിയ ചേച്ചി, ഇപ്പോഴും നമ്മളെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ അഭിനയിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു അഭിനേത്രി. ഇവർ രണ്ടുപേരും സിനിമയിലേക്ക് വന്നത് ഉദയയിലൂടെയാണ്. അപ്പം ആ ഒരു കുടുംബത്തിൻ്റെ അടുത്ത തലമുറക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോഴും കേൾക്കുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ തറവാട്ടിൽ ഭരതേട്ടൻ വരച്ച എൻ്റെ അപ്പൻ്റെ ഒരു ചാർക്കോൾ ഡ്രോയിങ് ഉണ്ട്. എനിക്കൊന്ന് 76 76 വരച്ചതാണ്. അപ്പോൾ അതിപ്പോഴും അവിടെ ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ മെയിൻ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിദ്ധുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സിദ്ധുവിൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ കാലഘട്ടം മുതലുള്ള ഒരു ബന്ധമാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത് നോക്കി, പക്ഷെ അത് ട്രൈ ഔട്ട് ആയില്ല. പക്ഷേ എനിക്ക് വന്ന് എല്ലാം നല്ലതിന്, കാരണം അതിനേക്കാൾ നല്ലൊരു സിനിമയുമായിട്ട് വരാൻ സാധിച്ചു. കാരണം സിദ്ധു ഇതിൽ വളരെ എക്സൈറ്റഡ് ആണ്. ശരിക്കും ഞാൻ ഈ സിനിമയിലേക്ക് ഏറ്റവും അവസാനം വന്നിട്ടുള്ള അഭിനേതാക്കളുടെ ഒരാളാണ്. അപ്പോൾ സിദ്ധു ഇത് വന്നിട്ട് ഇതിൻ്റെ കഥാപാത്രം പറയുമ്പോൾ സിദ്ധു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ചാക്കോച്ചനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണം, അങ്ങനെ ചെയ്യിക്കണം. ചാക്കോച്ചനെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അതർ സൈഡ് ഓഫ് ദ പോയിന്റ് അത് ഞാൻ ശിരസാ വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്യാത്ത ഒരുപാട് അലമ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ. അല്ല, ഫുൾ ടൈം വെള്ളപൊടിയുണ്ട്, മുറുക്കാൻ, തുപ്പൽ. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ബിവറേജസിൻ്റെ മുമ്പിൽ ക്യൂ പോയി നിന്ന് ഇടി കൊണ്ട് നൂന്ന് ഒരു വഴിയായി. കാരണം എനിക്കപ്പം ശരിക്കും സങ്കടവും അവരുടെ ശരിക്കുള്ള അവസ്ഥ ബുദ്ധിമുട്ട് മനസ്സിലായി. കാരണം നമ്മളൊരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നവരെ അതേ എഫക്റ്റ് തന്നെയാണ് ഈ ബിവറേജസിന് മുമ്പിൽ ക്യൂ നിന്ന് ഇടി കൊണ്ട് ഒരു 3 ബോട്ടിൽ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത്. പിന്നെ സ്ത്രീ വിഷയത്തിൽ അതീവ തൽപരനാണ്. പക്ഷെ ഇതെല്ലാം വളരെ രസകരമായിട്ട് പറഞ്ഞു പോവുകയും കാണിച്ചു പോവുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ തൊട്ടു പോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കൗട്ട ശിവൻ എന്ന് പറയുന്ന ഒരു തനി ലോക്കൽ കുതിരയായിട്ട് എന്നെ കാണാനായിട്ട് എന്നേക്കാൾ കൂടുതൽ ആവേശം സിദ്ധുവിനായിരുന്നു. പിന്നെ മുറുക്കാൻ ചവയ്ക്കുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ എത്തുമ്പം ഭാര്യ എൻ്റെ മുന്നേ 3 പ്രാവശ്യമെങ്കിലും മിനിമം പല്ല് കഴിപ്പിച്ചിട്ട് ഉറങ്ങാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും. പിന്നെ തൃശ്ശൂരും ഒറ്റപ്പാലത്ത് വരുന്നതിന് ഷൂട്ടിംഗ് ആണ്. അപ്പം ഷൂട്ടിംഗ് നടക്കുമ്പോൾ തൃശ്ശൂർ റൗണ്ടി വെച്ചിട്ടൊരു ഒരേ റൗണ്ട് തന്നെ ഒരു മാസത്തിൽ 2 ആൾക്കാർ. ഇതിനു മുമ്പ് 1 മാസം മുമ്പ് ദിവാഞ്ചി മൂല എന്ന് പറയുന്ന സിനിമയ്ക്ക് അനിൽ രാധാകൃഷ്ണൻ്റെ സിനിമയിൽ തൃശ്ശൂർ റൗണ്ടിൽ വളരെ ഡീസൻ്റായിട്ട്
വളരെ ഒരു കളക്ടറിൻ്റെ വേഷത്തിൽ തൃശ്ശൂർ റൗണ്ട് മൊത്തം ചുറ്റിക്കറങ്ങി നല്ലൊരു ബൈക്കിൽ ചുറ്റിക്കറങ്ങുന്നത്. അതേ ഞാൻ തന്നെ ഒരു മാസം കഴിയുമ്പോൾ തനി ലോക്കൽ തറ കൂതറ സെറ്റപ്പിൽ ഞാനും മണികണ്ഠനും ഉണ്ട്. ഒരു പഴയ യമഹ RX 100 ബൈക്കിൽ ഫുൾ അലമ്പ് എന്ന് പറഞ്ഞാൽ ലൈവ് അലമ്പ്. അത് പാസ് ചെയ്ത് പോകുന്ന ചില അമ്മാവന്മാരെയൊക്കെ പേടിപ്പിക്കുകയും അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും, പിന്നെ ഫാമിലിയെ നല്ല സുന്ദരിമാരുണ്ടെങ്കിൽ അവരെ ചുമ്മാ വായി നോക്കി ഇതുപോട്ടെ. അപ്പോൾ അവർക്കാർക്കും എന്നെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി ചിലപ്പോൾ മനസ്സിലായി കാണും, പറയും ഇയാളായിരുന്നില്ല അയാൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ രസകരമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ലിജീഷ് എബ്രഹാം, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ചാക്കോച്ചൻ്റെ ഇമേജ് കംപ്ലീറ്റ് പോകുന്നു. ദൈവമേ, ഈ കഥാപാത്രത്തിന് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ ഓക്കെ. ശ്രീദേവി കൃഷ്ണ 11 മണി എടുത്ത് നോക്കിയിരിക്കുക. അപ്പം ഇപ്പം നമ്മളെന്തായാലും കണ്ടല്ലോ, വൈശാഖ് പരമേശ്വരൻ, ഗോകുൽജി, സരിത കെ പുതിയടത്ത്. ഇപ്പോൾ ഒരുപാട് പേരുടെ ആശംസകൾ കിട്ടുന്നുണ്ട്. ഓക്കെ സുനിൽ ഇബ്രഹാം, താങ്ക് യു ഡിയർ. ഹൈ എക്സ്പെക്ടേഷൻസ്. നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും നല്ല ഒരു ഇൻപുട്ട്, അവരുടെ ടാലൻസ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ചമ്പനാണെങ്കിലും സുരാജ് ആണെങ്കിലും പ്രത്യേകിച്ചും ഷൈൻ ടോം, മണികണ്ഠൻ, എല്ലാവരും പ്രോപ്പർ ഫൺ മൂവിയാണ്. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ളൊരു സംഭവം തന്നെയാണ്. മിസ് ഫാർ ഈ പറയുന്നു സിദ്ധാർത്ഥ ചേട്ടൻ ഇപ്പൊ പഴയതുപോലെ ഉഷാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി പഴയതിനേക്കാൾ ഉഷാറായിട്ടുണ്ട്. നെബു തോമസ്, ബ്രോ ചാക്കോച്ച, ഹായ് നെബു. രാജീവ് കോട്ടയ്ക്കൽ, സുധീർ KS, എല്ലാവരും ഹായ് പറയുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് നേരത്തേക്ക് മാത്രം ഹായ് മതി. ഇനി തിയേറ്ററിൽ പോയി സിനിമ കണ്ടോ കേട്ടോ. ഷീന എബ്രഹാം, ഹായ് ചാക്കോച്ച, ഐ എം കീപ്പിംഗ് അസൈഡ് SRK ആൻഡ് ഗോയിങ് ഫോർ എ മൂവി ടുമോറോ. ഓക്കെ, ഓ ശരി. ആൻ മാളിയപ്പുരിക്കൽ, ചാക്കോച്ച, രാമനിൽ നിന്നു കൗട്ട് ശിവൻ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. ഈ പറയുന്ന പോലെ രാമൻ്റെ തോട്ടത്തിലെ രാമനിൽ നിന്നും എല്ലാ അർത്ഥത്തിലും വ്യത്യസ്തനാണോ, അല്ലെങ്കിൽ ഭയങ്കര ലോക്കലാണ് കൗട്ട് ശിവൻ? പേരുകളിൽ ഒരു എന്താ പറയുക. അതെ. ശരത് ഗണേശൻ, ലവ് യു ബ്രോസ്, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു ഡിയേഴ്സ്. നമ്മുടെ പ്രൊഡ്യൂസർ ആഷിഖിനെ കുറിച്ച് പിന്നെ എടുത്ത് പറയേണ്ടത്, ശരിക്കും ഈ സിനിമ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് ആഷിഖാണ്. ആഷിഖ് ഉസ്മാൻ എന്ന പ്രൊഡ്യൂസർ. അപ്പോൾ ആഷിഖ് പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം ലാൻഡ് ചെയ്തിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ചാക്കോച്ചൻ നല്ലൊരു, ശരിക്കും ഇതൊരു സിംഗിൾ ഹീറോ സിനിമയല്ല. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല, എല്ലാവർക്കും. അതെ, അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു സംഭവം സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രത്യേക തരത്തിലുള്ള റോൾ ഇതുവരെ ചാക്കോച്ചൻ ചെയ്യാത്ത റോളാണ്. ഇതിനു മുമ്പ് പലരും ചെയ്ത് കാണുമായിരിക്കും, പക്ഷേ ചാക്കോച്ചൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പം ശരിക്കും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇതുവരെ ചെയ്യാത്ത കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് 100% എന്നെ എക്സൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് കൗട്ട് ശിവൻ. നമ്മുടെ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. കൗട്ട് ശിവൻ എന്ന് തന്നെ. നിഖിൽ വർഗീസ്, നല്ല കോൺഫിഡൻസ് ആണുള്ളത്. അല്ല, അമിത ആത്മവിശ്വാസമൊന്നുമില്ല, നമുക്കൊരു വിശ്വാസമുണ്ട് നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളത്. മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ചീത്ത പറഞ്ഞോളൂ. ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ തൃശ്ശൂർ ഗോപാൽജി. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തൃശ്ശൂർ ഗോപാൽജിയുടെ ആദ്യത്തെ മലയാളത്തെ സിനിമയിലുള്ള സ്ക്രിപ്റ്റാണെങ്കിൽ പോലും പുള്ളി വളരെ തറവായിരുന്നു. എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. പുള്ളി ഇവിടെ വന്ന് കഥ പറയുമ്പോൾ ആ സ്ലാങ്ങും ആ രീതികളും കാര്യങ്ങളൊക്കെ പുള്ളി വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. ഗോപാൽജി ഇത് തുടങ്ങിയ സമയം മുതൽ ആ ഏരിയയിലൊക്കെ തന്നെയായിരുന്നു. നമ്മൾ ആദ്യമേ ഇത് എവിടെയാണ് അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണ ആ ഒരു സ്ഥലങ്ങളും ആ ഭാഗങ്ങളുമായിട്ട് നടക്കുകയും ആ വഴി അങ്ങനെ തന്നെയായിരുന്നു ഇത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് അങ്ങനെ സംഭവിച്ചു. ജോസഫ് അലക്സാണ്ടർ, ഹായ് ഇച്ചായ. തേവള്ളിപ്പറമ്പിലില്ലല്ലോ. ഓക്കെ. ഇത് ടേക്ക് ഓഫിലുണ്ടായിരുന്നു. ജോ, ഹായ് ജോ, ഹലോ, ഗുഡ് മോർണിംഗ്. അജ്മൽ അമീറെ, ഷർട്ട് സൂപ്പറെന്നു ഭാര്യ സെലക്ട് ചെയ്തത് അതാ. പക്ഷേ പടം അതിനേക്കാളും സൂപ്പറാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. എനിക്കൊന്ന് മലയാള സിനിമയ്ക്ക് ഈ വർഷം പ്രത്യേകിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സിനിമയിൽ.
തിയേറ്ററുകളിൽ. കാരണം ഒരുപാട് വിജയ ചിത്രങ്ങൾ, ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളുള്ള, തോട്ടുകളുള്ള ചിത്രങ്ങൾ, അപ്പോൾ അതെല്ലാം തിയേറ്ററിൽ വിജയിക്കുന്നു. അത് ഒരു ഫെസ്റ്റിവൽ സീസൺ അങ്ങനെയൊന്നുമില്ല, ഏത് സമയത്ത് റിലീസ് ചെയ്താലും ആ സിനിമകൾ നല്ലതാണെങ്കിൽ കാണാനായിട്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വർണ്ണത്തിലെ ആശങ്കയും അതേപോലത്തെ ഒരു നല്ല സിനിമയായിട്ട് മാറുമെന്നുള്ളൊരു വിശ്വാസവും ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നല്ല സിനിമയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുക, സഹകരിക്കുക. കിരൺ കൃഷ്ണൻ ചായ ഞങ്ങൾ പൊളിക്കുന്നു കൊല്ലം ഡിസ്ട്രിക്ട്. ഓക്കെ. സൽമാൻ സംഗ് രാമൻ്റെ തോട്ടം കണ്ടപ്പോൾ ഒരു ഫ്രഷ്നെസ് കിട്ടിയിരുന്നു. ഈ വർണ്ണത്തിൽ ആശങ്കയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതുവരെ കണ്ട് പരിചയപ്പെട്ടിട്ടില്ലാത്തൊരു രീതിയിലുള്ള ഒരു സട്ടയർ അതിൻ്റെ ഒരു സെറ്റിംഗ് സാധനങ്ങളൊക്കെ ഒരു ഇച്ചിരി പുതിയ തന്നെയാണ്. അതാണ് അത് അധികം നമുക്കിത് പ്രൊമോഷനിൽ പറയുമ്പോൾ മൊത്തം പടം തന്നെയാണ്, തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു ഇതായിട്ടല്ല. സോ അത് കാണുകയും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് തരികയും വേണം. യു ഷുഡ് ബ്ലെസ് us all. ധാരാളം പ്രശ്നങ്ങൾക്കിടയിൽ ഒരു വർണ്ണത്തിൽ ആശങ്ക. ഓൾ ദി ബെസ്റ്റ്. ആ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനായിട്ട്, സന്തോഷിക്കാനായിട്ടുള്ളൊരു സിനിമയാവും വർണ്ണത്തിൽ ആശങ്ക എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കൗട്ടശിവൻ്റെ ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത്, ഇപ്പം കൗട്ടശിവൻ എങ്ങനെ വേണം, എങ്ങനെ ആവണം എന്നതിനെ പറ്റി എന്നെക്കാളും കൂടുതൽ സ്റ്റഡീഡ് ആയിരുന്നു സിദ്ധാർത്ഥ്. ചില ഡയലോഗ് ഡെലിവറി അത് ഇത്ര ലൗഡായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കൺസീവ് ചെയ്ത രീതിയിൽ ചെയ്യുമ്പോൾ സിദ്ധു പറയും നമുക്കത് വേണ്ട, അത് ഈ രീതി മതി എന്ന് പറയുമ്പോൾ ഞാൻ പറയില്ല, എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലത്. അപ്പോൾ സിദ്ധു പറയാം ശരി ചാക്കോച്ചൻ അത് ചെയ്തു, പക്ഷേ എനിക്കിതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മളെ മുഷിപ്പിക്കാതെ രണ്ടും ചെയ്യും. എന്നിട്ട് പുള്ളിക്ക് ആവശ്യമുള്ളത് മാത്രമേ പുള്ളി എടുക്കുകയുള്ളൂ. അപ്പം അതാ ഞാൻ പറയും, അങ്ങനത്തെ ഒരു ഡയറക്ടറുള്ളത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. കൗട്ടശിവൻ അങ്ങനെ ചിരിക്കാറില്ല, വളരെ ഗൗരവമായിട്ട്. എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് ദി എൻഡ് മാത്രമാണ് പുള്ളി അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ചിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് മുമ്പുള്ള സീക്വൻസുകളിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ചിരി വല്ലതും വരുമ്പോൾ സിദ്ധു പറയും നമുക്ക് ആ സാധനം വേണ്ട, ഒന്ന് മാറ്റി വെച്ചത്. ഹഫീസ് ആക്സിഡന്റ് ആയ ആളാണോ അത് തന്നെ അല്ലയോ ഇത്, അത് തന്നെ. മഹേഷ് ലാൽ വിഷസ് ഫോർ എ സൂപ്പർ ഹിറ്റ്. താങ്ക് യു ഡിയർ. യദു ഗണേഷ് ഓൾ ദി ബെസ്റ്റ്. ഫിലിം കിടലിനാവട്ടെ, എല്ലാ സപ്പോർട്ടും. താങ്ക് യു ഡിയർ. ആ സപ്പോർട്ട് തിയേറ്ററുകളിലും വേണം തീർച്ചയായിട്ടും. അപ്പം എനിക്കിത്ര പറയാനുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിന്നൽ ഹർത്താലാണ്. അപ്പോൾ ഹർത്താൽ നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്, ആഘോഷമാണല്ലോ. അപ്പോൾ ആ ഹർത്താൽ നമുക്ക് തിയേറ്ററുകളിൽ ചെന്ന് ആഘോഷിക്കാം. തീർച്ചയായിട്ടും വർണ്ണത്തിൽ ആശങ്ക നിങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ലാത്ത സന്തോഷവും എൻ്റർടൈൻമെൻറ്റും സമ്മാനിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രശാന്ത് പിള്ള, ഇതിൻ്റെ RR മ്യൂസിക്കും ഒക്കെ ചെയ്തിട്ടുള്ളത്. പ്രശാന്തിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അതും അങ്കമാലി കഴിഞ്ഞ പാടെ വരണായതുകൊണ്ട് തന്നെ ആ സ്റ്റാർക്ക് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുള്ളി അതിൽ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സംഭവം നമ്മുടെ ഇതിൽ. സോ അത് വളരെ ഗംഭീരമായിട്ടുണ്ട് സാധനങ്ങൾ, അതിൻ്റെ സൗണ്ടിങ്ങും. വേറെ ഉള്ള പണിയുമായിട്ട് എനിക്ക് വരുന്നുണ്ട്. ബിനു അല്ല കുഞ്ചുമായിട്ട് ദേഷ്യപ്പെടരുത്, താങ്കളുടെ താടിയിലുണ്ടായിരുന്ന മുടി തലയിൽ ആയിരുന്നെങ്കിൽ പൊളിച്ചേനയല്ലേ. ഏയ് ഈ ക്യാരക്ടറിന് വേണ്ടി ഈ മുടി പോലും വെട്ടിക്കളണമെന്നാണ് പറഞ്ഞത്. അപ്പം താടി മാത്രം വളർച്ച, താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. ബിജുൻ കെ ബാലൻ മൂവി ഒമാനിൽ വന്നാൽ തീർച്ചയായും കാണുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് വർണ്ണത്തിൽ ആശങ്ക, ഇന്ന് 2 മണി മുതൽ തിയേറ്ററുകളിൽ നിങ്ങൾ ചെന്ന് കാണുക. നല്ല സിനിമയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക, തിയേറ്ററിൽ ചെന്ന് കാണാനായിട്ട് അവരെ എൻകറേജ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. മലയാള സിനിമയുടെ ഈ വർഷത്തെ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വർണ്ണത്തിൽ ആശങ്കയും വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ പ്രാർത്ഥനകളും സഹകരണവും പ്രതീക്ഷ. താങ്ക് യു ഫ്രം ടീം വർണ്ണത്തിൽ ആശങ്ക. ഗുഡ് ഡേ. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.